നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബീക്കോട്ട NS ഹൈസ്കൂളിൻ്റെ മുന്നിലാണ്. എൻ്റെ ബാല്യകാലം 5 മുതൽ 10 വരെ, പിന്നെ അവിടുത്തെ ഗവൺമെൻറ് LP സ്കൂളിലെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം, അങ്ങനെ എൻ്റെ ഒത്തിരി ഓർമ്മകളുള്ള വിദ്യാലയമാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ അധ്യാപകരായിരുന്നു. അച്ഛനും അമ്മയും ഹൈസ്കൂൾ അധ്യാപകരായിരുന്നു. അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു 8 മുതൽ 10 വരെ. അച്ഛൻ അന്ന് ഹിസ്റ്ററി, സാമൂഹ്യപാഠം ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. അമ്മ കെമിസ്ട്രിയും ഒക്കെ, സയൻസ്. അങ്ങനെ വളരെയേറെ ഓർമ്മകളുള്ള ഒരു സ്കൂൾ. ഇതുവഴി പോകുമ്പോൾ പല ഓർമ്മകളും, സുഹൃത്തുക്കൾ, പല ഓർമ്മകളും മനസ്സിൽ വരാറുണ്ട്. ഞാൻ മിക്കവാറും സൈക്കിൾ ചവിട്ടിയൊക്കെ ഇതുവഴി പോകാറുണ്ട്. ഇപ്പോൾ വേറെ ഒരു പ്രത്യേകതയും കൂടെ. ഇപ്പോൾ ഈ സ്കൂളിലെ HM എൻ്റെ ഭാര്യയാണ്, ശ്രീലത, ശ്രീലത. അങ്ങനെ ഒരു അഭിമാനവും കൂടി എനിക്കുണ്ട്. സ്കൂളിൻ്റെ കെട്ടിടമൊക്കെ ആ പഴയ തന്നെ, ആ പഴയ പഴമ നിലനിർത്തുന്നതാണോ അങ്ങനെ നിന്നു പോയതാണോ എന്നറിയില്ല. എന്തെങ്കിലും വിമർശനപരമായി ഒന്നും പറയുന്നില്ല. പഴയ ഒരു കടയാണ് കൊച്ചുമുറ്റത്തെ. ഇവിടെ ഞങ്ങൾ മുട്ടായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പുറത്ത് സുരേന്ദ്രൻ ചേട്ടൻ്റെ കടയുണ്ട്. ഈ 2 കടകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഇത്രയും വീടുകളൊന്നുമില്ലായിരുന്നു. ഇവിടെ എല്ലാം വീടുകളായി. ഇതിൻ്റെ പുറകിൽ കാണുന്നത് തൊടുരുളിപ്പാറ, തിടുരുളി എന്നൊക്കെ പറയും. ഈ പാറയുടെ പുറത്ത് ഞാൻ ഒത്തിരിയും പ്രാവശ്യം കയറിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെയേറെ പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഈ പാറയെ പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. ഈ മഴക്കാലത്തൊക്കെ പാറ ഇങ്ങനെ മുരളുമെന്നാണ് പറയുന്നത്, ഇരുൾ പൊട്ടാൻ വേണ്ടി. പക്ഷേ ഇതുവരെ ഇവിടെ ഇരുൾ പൊട്ടിയിട്ടില്ല. തിടുലിപ്പാറ പൊട്ടിയാൽ തുമ്പോൺ പള്ളി തെക്കോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചൊല്ല് തന്നെയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വെള്ളം ഒന്ന് പ്രളയം വരുമെന്നാണ് പറയുന്നത്. ചെറുപ്പകാലത്ത് ഈ പാറ ചെറുപ്പകാലത്തിൽ നിൽക്കണമിട്ട് നടന്ന മുറ്റമായത്. 58ാമത്തെ വയസ്സിലും നിൽക്കണമിട്ട് നടന്നു. ഇന്നത്തെ സൈക്ലിംഗ് ഞാനും അരുൺ മണ്ണിലും കൂടെ, PP അരുൺ.